ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ സീക്വൻസ് ടൈപ്പിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പൈതൻ്റെ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്തുള്ള ന്യൂമറിക് വാല്യൂസ് അല്ലെങ്കിൽ നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സീക്വൻസ് ടൈപ്പാണ്, അതായത് സ്ട്രിങ് ടൈപ്പാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സീക്വൻസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിനെ, ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് സ്ട്രിങ് എന്നുള്ളത്. അപ്പോൾ അത്തരം ടൈപ്പാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സ്ട്രിങ് ആണെങ്കിലും ശരി, നമ്മൾ സെപ്പറേറ്റ് ഡാറ്റ ടൈപ്പ് ഇന്നതാണെന്നൊന്നും പറഞ്ഞ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ് വാല്യൂസ് കൊടുക്കാം. പക്ഷേ നമ്മൾ കോട്ട്സിലാണ് കൊടുക്കുക. അപ്പോൾ സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട്, ട്രിപ്പിൾ കോട്ടൊക്കെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ കൊട്ടേഷൻ മാർക്കിനകത്ത് കൊടുത്തിട്ടാണ് നമ്മൾ സ്ട്രിങ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എങ്ങനെയാണ്? സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ കൊട്ടേഷൻ മാർക്കിനകത്ത് കൊടുത്തിട്ടാണ് സ്ട്രിങ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ സ്ട്രിങ്ങിനെ നമുക്ക് സിംഗിൾ കോട്ട് വെച്ചിട്ടും ഡബിൾ കോട്ട് വെച്ചിട്ടും ട്രിപ്പിൾ കോട്ടൊക്കെ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. പൈതൺ പ്രോഗ്രാമിങ്ങിനകത്ത് സ്ട്രിങ്ങിനെ ഡീൽ ചെയ്യാൻ ഒരുപാട് ക്യാപ്പബിലിറ്റീസും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഓപ്പറേറ്റേഴ്സും ഒക്കെ ഉണ്ട്. നമുക്ക് സ്ട്രിങ് യൂസ് ചെയ്ത് കണ്ട് ഒരുപാട് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എക്സിക്യൂഷൻസ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മളുടെ പൈതണിനകത്ത് ഉണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒന്ന് പ്ലസ്, ഒന്ന് സ്റ്റാർ, രണ്ട് ഓപ്പറേറ്റേഴ്സാണ്. ഇതിനകത്ത് ഈ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ സ്ട്രിങ്സ് കൊടുക്കുകയാണ്. ഒന്ന് ഹലോ, പിന്നെ ഒന്ന് കൊടുക്കുന്നത് പൈതൺ. അപ്പോൾ ഈ ഹലോ പ്ലസ് പൈതൺ കൊടുക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് കൺകാറ്റിനേഷനാണ്. അതായത് രണ്ട് സ്ട്രിങ്സ് കമ്പൈൻ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹലോ പ്ലസ് പൈതൺ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക? ഹലോ പൈതൺ എന്നാണ് ഔട്ട്പുട്ട് വരിക. പിന്നെ ഒരു ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ. ഇപ്പോൾ പൈതൺ സ്റ്റാർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് വരിക? പൈതൺ അതായത് റിപ്പീറ്റേഷൻ ഓപ്പറേറ്ററാണ് ഈ സ്റ്റാർ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈതൺ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. പ്ലസ് ആകുമ്പോൾ കൺകാറ്റിനേഷനാണ്. രണ്ട് വാല്യൂസ് നമ്മൾ കൊടുക്കും, രണ്ട് സ്ട്രിങ് കൊടുക്കുമ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടും വരും. ഇവിടെ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ഇത് നടക്കുന്നത് നമ്മൾ ഡബിൾ കോട്ട് ഇട്ടിട്ടും പിന്നെ ട്രിപ്പിൾ കോട്ട് ഇട്ടിട്ടൊക്കെ ഉള്ള മെത്തേഡുകളാണ്. അതിനകത്തുള്ള ഡബിൾ കോട്ട് ഇട്ടുള്ളത് നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വർക്കാകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. str = സ്ട്രിങ് യൂസിങ് ഡബിൾ കോട്ട്സ്. അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ സ്ട്രിങ് കൊടുക്കുന്നത് ഡബിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ടാണെന്നൊരു മെസ്സേജ് കൊടുത്തു. അവിടെ പ്രിൻറ്റ് str എന്ന് പറഞ്ഞു. അതായത് ആ str-ലുള്ള എന്താണോ അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ ഇവിടെ. പിന്നെ s= മൾട്ടി ലൈൻ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് കുറേ കോഡ്സ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതാവുമ്പോഴും വർക്കാവും എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ പ്രിൻറ്റ് s എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ മൾട്ടി ലൈൻ സ്ട്രിങ്ങും പ്രിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണ്? സ്ട്രിങ് യൂസിങ് ഡബിൾ കോഡ്സ് പിന്നെ മൾട്ടി ലൈൻ സ്ട്രിങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. str1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹലോ ജാവാട്ടി പോയിൻറ്റ്, എന്നിട്ട് സ്ട്രിങ് str1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ട്രിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കമൻറ്റ് കൊടുത്തു. പിന്നെ str2 ഹൗ ആർ യു, അത് നമ്മൾ കമൻ്റായിട്ട് സ്ട്രിങ് str2 എന്ന് പറഞ്ഞു കൊടുത്തു. അത് ജസ്റ്റ് അടുത്ത സ്ട്രിങ് ആണെന്ന് കാണിക്കാൻ. ഇനി ഇതാണ് നമ്മൾ നമ്മളുടെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ ഒന്ന് കൺകാറ്റിനേഷനാണ്, ഒന്ന് റിപ്പീറ്റേഷനാണ്. ഇവിടെ വരുന്നത് സ്ലൈസ് ഓപ്പറേറ്ററൊക്കെയാണ്. അതായത് പ്രിൻറ്റ് str 0:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സിക്യൂഷൻ നടക്കുക? നമ്മൾ എന്താണ് അവിടെ സ്ട്രിങ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സ് നമുക്ക് സ്ലൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതോ പ്രിൻറ്റ് str4. അതെന്താ പ്രിൻറ്റ് ചെയ്യുക? ഈ ഒരു സ്ട്രിങ്ങിൻ്റെ 4th ക്യാരക്ടർ എന്താണോ അത് പ്രിൻറ്റ് ചെയ്ത് വരും. പിന്നെ വരുന്നത് പ്രിൻറ്റ് str1*2 ആണ്. അപ്പോൾ നമ്മളുടെ ആ സ്ട്രിങ്ങിനെ 2 വട്ടം എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞല്ലോ അത് റിപ്പീറ്റേഷൻ ഓപ്പറേറ്ററാണ്. പിന്നെ പ്രിൻറ്റ് str1 + str2 ആണ്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ str1ഉം str2ഉം കൺകാറ്റിനേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് വരിക. ഇവിടെ സ്ട്രിങ് 1ലുള്ളത് ഹലോ ജാവാട്ടി പോയിൻ്റ് ആണ്. പിന്നെ str2ലുള്ളത് ഹൗ ആർ യു ആണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം പ്രിൻ്റ് എന്താണ്? str102 എന്നല്ലേ. അപ്പോൾ str1 ആണ് ഹലോ ജാവാട്ടി പോയിൻറ്റിൻ്റെ ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യുക. HE അതായിരിക്കും പ്രിൻ്റ് ചെയ്യുക. കണ്ടോ, HE ഹി അങ്ങനെയല്ല പ്രിൻ്റ് ചെയ്ത്. ഇനി അടുത്ത് നോക്കാം. പ്രിൻ്റ് str104 ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ 4th ക്യാരക്ടറാണ് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ എന്താ പ്രിൻ്റ് ആവുക? HELLO 4ാമത്തെ ക്യാരക്ടർ. അപ്പോൾ 0 1 2 3 4 അങ്ങനെ വരികയാണെങ്കിൽ O. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ് വന്നിട്ടുള്ളത്? O ആണ് വന്നിട്ടുള്ളത്. അടുത്തതോ str1*2 പ്രിൻറ്റിങ് ദ സ്ട്രിങ് ട്വൈസ്. അതായത് നമ്മൾ പറഞ്ഞ റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ 2 വട്ടം പ്രിൻ്റ് ചെയ്യും. ഹലോ ജാവാട്ടി പോയിൻറ്റ് കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് അതിനെ പ്രിൻ്റ് ചെയ്തു. പിന്നെ കൺകാറ്റിനേഷനാണ്. എന്താണ്? str1ഉം str2ഉം. അപ്പോൾ ഹലോ ജാവാട്ടി പോയിൻറ്റ് ഹൗ ആർ യു എന്നാണ് വരിക. ഹലോ ജാവാട്ടി പോയിൻറ്റ് ഹൗ ആർ യു. ഓക്കെ, അങ്ങനെ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് സീക്വൻസ് ടൈപ്പിൽ നടക്കുന്നത്. ഇത്രയാണ് സീക്വൻസ് ടൈപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ പൈതണിനകത്ത് യൂസ് ചെയ്യുന്ന സീക്വൻസ് ടൈപ്പിനെ കുറിച്ചാണ്. അതായത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്, സ്ട്രിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യാവുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പൈതണിനകത്ത് വൈഡ്ലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് ക്ലാസ്സാണ് സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? നമ്മൾ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്പേഴ്സ് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക് വാല്യൂസ് നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇൻറ്റ്, പിന്നെ ഒന്ന് ഫ്ലോട്ട്, പിന്നെ ഒന്ന് കോംപ്ലക്സ് എന്ന 3 ടൈപ്പിലുള്ള നമ്പേഴ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ ജസ്റ്റ് ഏതൊക്കെ ടൈപ്പിലുള്ള ഓപ്പറേഷൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഏതൊക്കെ ടൈപ്പിലുള്ള നമ്പേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ എങ്ങനെ നമ്മൾ പൈതണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നില്ലല്ലോ. ഇൻബിൽറ്റ് ആയിട്ട് അവരാണ്, പൈതൺ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പാണെന്ന് നമുക്ക് കാണണമെങ്കിൽ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പൈതണിൻ്റെ ഡാറ്റ ടൈപ്സാണ്. അതിനകത്ത് ന്യൂമറിക് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് പറയുന്നു ഇൻറ്റീജർ, കോംപ്ലക്സ്, ഫ്ലോട്ട് എന്നൊക്കെ. പിന്നെ ഡിക്ഷണറി, ബൂളിയൻ, സെറ്റ്, സീക്വൻസ് ടൈപ്പ്, സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾ. ഈ സീക്വൻസ് ടൈപ്പിനകത്ത് സ്ട്രിങ്ങും ഉണ്ട്, ലിസ്റ്റും ഉണ്ട്, ടപ്പിളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനകത്തുള്ള സ്ട്രിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ലിസ്റ്റും ടപ്പിളൊക്കെ ഓരോ ഡേയ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്സിനെ കുറിച്ചൊക്കെയാണ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പൈതണിന് നമ്മളൊന്നും ചെയ്യാനില്ല, സിസ്റ്റം തന്നെ ചെയ്യുന്നു നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് ഏതൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, എക്സാമിന് ചോദിക്കുന്നതുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രിങ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.